ശബ്ദമിടറിക്കൊണ്ടാണ് അനിൽ തൻ്റെ മനോവ്യഥ വിവരിച്ചത്. കണ്ണുകളിൽ സ്വപ്നവുമായി, ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന സ്വപ്നങ്ങളുമായി അവർ രണ്ടുപേരും, അനിലും സാന്ദ്രയും, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. എന്നാൽ അവരുടെ മുന്നിലേക്ക് ക്ഷണിക്കപ്പെടാത്ത അതിഥിയെപ്പോലെ കടന്നു വന്നത് സ്നേഹത്തിൽ പൊതിഞ്ഞ ശ്വാസം മുട്ടലായിരുന്നു. സാന്ദ്രയ്ക്ക് തൻ്റെ ഹോബികൾ പിന്തുടരാൻ ആഗ്രഹിച്ചു. പക്ഷെ അനിൽ അതിനെ കണ്ടത് മറ്റൊരു രീതിയിലായിരുന്നു. സാന്ദ്രയുടെ ഫോണിൻ്റെ പാസ്വേഡും ഇൻസ്റ്റാഗ്രാമിൻ്റെ പാസ്വേഡും വാട്സാപ്പിൻ്റെ പാസ്വേഡും എല്ലാം അനിൽ ചോദിച്ചപ്പോൾ സാന്ദ്രയ്ക്ക് വല്ലാതെ ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. വഴക്കിലേക്കും പൊട്ടിത്തെറിയിലേക്കും കണ്ണീരിലേക്കും വേദനയിലേക്കുമൊക്കെ ജീവിതം മാറാൻ തുടങ്ങി. സുഹൃത്തുക്കളാരോ എൻ്റെ നമ്പർ അവർക്ക് കൊടുക്കുകയും അങ്ങനെ അവർ കൗൺസിലിങ്ങിനായി എൻ്റെ മുന്നിൽ എത്തുകയും ചെയ്തു. എൻ്റെ പേര് ഡോക്ടർ ഓജസ് കറിയ, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വിവാഹബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് വിവാഹത്തിൻ്റെ നല്ല ബന്ധങ്ങൾ വാർത്തെടുക്കാൻ, വിവാഹബന്ധം നല്ലതുപോലെ നിലനിർത്താൻ, ശക്തമായ അർത്ഥവത്തായ വിവാഹബന്ധങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്ന വീഡിയോ സീരീസിലെ 16ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആരോഗ്യകരമായ ദാമ്പത്യ ജീവിതത്തിന് അതിർവരമ്പുകൾ അനിവാര്യമാണ്. അതിർവരമ്പുകൾ അകലം കൂട്ടാനുള്ളതല്ല, മറിച്ച് അകലം കുറയ്ക്കാനുള്ളതാണ്. അതിർവരമ്പുകൾ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് ഒരു നെഗറ്റീവ് ടേമായിട്ടാണ്, ഒരു തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വാക്കായിട്ടാണ് പലപ്പോഴും അങ്ങനൊരു വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. ദാമ്പത്യ ബന്ധത്തിൽ ജനാധിപത്യം കൊണ്ടുവരിക, ഡെമോക്രസി കൊണ്ടുവരിക എന്ന് പറയുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിനും വ്യക്തിത്വ വളർച്ചയ്ക്കും അത് തീർച്ചയായിട്ടും ആവശ്യമാണ്. മനോഹരമായ ഒരു പൂന്തോട്ടം, പല ആകൃതിയിലും പല നിറത്തിലും ഉള്ള അനേകം പൂക്കൾ നിറഞ്ഞ പൂന്തോട്ടം. ആ പൂന്തോട്ടം മനസ്സിന് കുളിർമയേകുന്ന ഒന്നാണ്. അതിൻ്റെ സാമീപ്യം നമ്മിൽ സൃഷ്ടിക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. ആ മനോഹരമായ പൂന്തോട്ടത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് മതിലുകളുള്ളത്. മതിലുകൾ ആ പൂന്തോട്ടത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. മതിലുകൾ പൂക്കളെ നശിപ്പിക്കുകയോ ചെടികളെ നശിപ്പിക്കുകയോ പൂന്തോട്ടത്തെ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അതേപോലെ തന്നെയാണ് ദാമ്പത്യ ജീവിതത്തിൽ അതിർവരമ്പുകൾക്കുള്ള സ്ഥാനം. കുറച്ച് സമയം എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. എനിക്ക് വരുന്ന മെസ്സേജുകൾ എൻ്റെ സമ്മതമില്ലാതെ മറ്റാരും നോക്കരുത്. വിയോജിപ്പുകളുള്ളപ്പോൾ സ്വരം അധികമാകരുത്. ഇത് സ്വാർത്ഥതയല്ല, ഇത് സ്നേഹത്തെ പരിപോഷിപ്പിക്കുന്ന സൗകുമാര്യങ്ങളാണ്. അതിർവരമ്പുകൾ ഇല്ലാത്തപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ: നോ പറയേണ്ടി വരുമ്പോൾ യെസ് പറയുക, നീരസം കൂടി അത് വല്ലാത്ത പകയിലേക്ക് എത്തിച്ചേരുക, നമ്മുടെ പാഷൻ നഷ്ടപ്പെടുക, നമ്മുടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുക, സമാധാനം നഷ്ടപ്പെടുക. എന്നാൽ ഒരിക്കൽ നമ്മൾ നമ്മുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്താൽ, നമ്മുടെ അതിർവരമ്പുകൾ നിശ്ചയിച്ചാൽ അനവധി നേട്ടങ്ങളുണ്ട്. സ്വന്തം മൂല്യങ്ങളെ താലോലിക്കാനും ബഹുമാനിക്കാനും കഴിയും. സ്വന്തം സ്വപ്നങ്ങളെ പിന്തുടരാൻ കഴിയും. സ്വന്തം ബെറ്റർ വേർഷൻ പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. ചുരുങ്ങുന്നതിന് പകരം വ്യക്തി വികസനം സാധ്യമാകും. അതിർവരമ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ നമ്മളിൽ കാണുന്ന ചില മിസ്റ്റേക്സ്, അത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. എൻ്റെ ബൗണ്ടറീസ് എൻ്റെ പങ്കാളിക്കറിയാം. പങ്കാളിയെ ഒരു മനഃശാസ്ത്രജ്ഞനായോ മനസ്സ് വായിച്ചെടുക്കാൻ കഴിവുള്ള ഒരു മൈൻഡ് റീഡറായോ ഒന്നും കാണരുത്. ഒരു അത്ഭുത പ്രതിഭാസമാണ് എൻ്റെ പങ്കാളി എന്ന് കരുതരുത്. വ്യക്തമായ ആശയവിനിമയം കൊണ്ട് മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. അതുകൊണ്ട് ആശയവിനിമയം ചെയ്യുക. രണ്ടാമത്തെ മിസ്റ്റേക്ക്, അതിർവരമ്പുകൾ നിർണ്ണയിക്കുന്നത് അകൽച്ച കൂട്ടാനാണ്. യഥാർത്ഥത്തിൽ അതിർവരമ്പുകൾ അടുപ്പം കൂട്ടാനുള്ളതാണ്. സത്യസന്ധത കാണിക്കാനും മറച്ചു വെക്കുന്നത് ഒഴിവാക്കാനും അത് ഉപകരിക്കും. മൂന്നാമത്തെ മിസ്റ്റേക്ക്, ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കുക. മിക്കവാറും ഒരു വൈകാരിക പ്രക്ഷുബ്ധാവസ്ഥ ഉണ്ടായതിനു ശേഷമാണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. പക്ഷേ നേരത്തെ അതിനെപ്പറ്റി ആലോചിച്ചൊരു തീരുമാനം എടുക്കേണ്ടതാണ്. എ ഗുഡ് ബൗണ്ടറി ഈസ് റെസ്പെക്ട്ഫുൾ ടു യു ആൻഡ് ടു യുവർ പാർട്ണർ. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് കൺട്രോൾ, ഇറ്റ് ഈസ് അബൌട്ട് കെയർ. അങ്ങനെയെങ്കിൽ ആരോഗ്യകരമായ അതിർവരമ്പുകൾ എങ്ങനെ സെറ്റ് ചെയ്യും? ഒന്ന്, ഈ ബന്ധത്തിൽ എവിടെയാണ് എനിക്കൊരു മുരടിപ്പ് തോന്നുന്നത്, ഒരു മരവിപ്പ് തോന്നുന്നത്? എന്നോട് തന്നെ സത്യസന്ധത കാണിക്കാൻ എനിക്ക് പറ്റാത്തത് എവിടെയാണ്? സ്വയം ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് എന്നെ തന്നെ എനിക്ക് നല്ലതുപോലെ പ്രതിഫലിപ്പിക്കാൻ പറ്റും.
രണ്ടാമതായി, എന്താണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, എന്താണ് എനിക്ക് വേണ്ടത്, എന്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, എപ്പോഴാണ്, എങ്ങനെയാണ് തുറന്നു പറയുക. മൂന്നാമതായി, ഒരിക്കൽ സെറ്റ് ചെയ്താൽ എല്ലാമായി. അങ്ങനെയല്ല, ഓർമ്മിക്കേണ്ടതുണ്ട്, ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. അതിർവരമ്പുകൾ എൻ്റെ പങ്കാളി പിന്തുടരേണ്ട നിയമാവലിയല്ല, മറിച്ച് അതെൻ്റെ സത്വത്തിൻ്റെ പ്രതിഫലനമാണ്. ചുരുക്കത്തിൽ, നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നാണ് ജീവിതത്തിൽ ബൗണ്ടറീസ് സ്ഥാപിക്കുക എന്നുള്ളത്. അത് സ്വാർത്ഥതയല്ല, അത് നാടകീയതയല്ല, അത് വൈകാരിക പക്വതയുടെ, ആഴത്തിലുള്ള സ്നേഹത്തിൻ്റെ, അതിരുകളില്ലാത്ത അനുനയത്തിൻ്റെ ചവിട്ടുപടികളാണ്. ആരോഗ്യകരമായ ബന്ധത്തിൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല, നിങ്ങൾ വളരുകയേ ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ.